സജീഷ്, ഈ അതെന്നുണ്ടായില്ല. എ ഡി ജി അതിനുള്ള ശരി ഒരു സജീഷ്, ഈ മറുപടിയാണ് എ ഞാൻ ഡി ജി നേരത്തെ പിയുടെ പറഞ്ഞത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഘടകകക്ഷി നേതാക്കൾ തന്നെ അവതരിപ്പിച്ചത് അത് DGPയുടെ തലത്തിൽ നടത്തുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടുന്ന ഒരു സംഭവം, ഒരു വീഴ്ച എന്ന നിലയിലല്ല, സ്വകാര്യ സന്ദർശനമാണ് എന്ന വിശദീകരണത്തിലും ഒതുങ്ങാത്ത ഒരു വലിയ പ്രശ്നമായിട്ടാണ്. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം ഇടത് രാഷ്ട്രീയത്തിന് യോജിച്ച നടപടിയല്ല RSS നേതാക്കളെ ഇങ്ങനെ അടിക്കടി പോയി കണ്ടത്. എന്താണ് ഇങ്ങനെ പോയി ഇടയ്ക്കിടെ പോയി RSS നേതാക്കളെ കാണാൻ മാത്രമുള്ള എന്ത് ദൗത്യമാണ്, എന്ത് ബന്ധമാണ് ADGPക്കുള്ളതെന്ന ചോദ്യമാണ്. അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നടപടിയിലൂടെ കൊടുക്കാൻ ഒരു DGP തല അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്താണ് മറച്ചു പിടിക്കുന്നത്? അതിനല്ലേ ശ്രീ SK സജീഷ് ഉത്തരം വേണ്ടത്? അതിന് DGPയുടെ റിപ്പോർട്ടും അത് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പുമൊക്കെ എന്തിനാണ്? അവിടെയാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റിപ്പോർട്ടിലെ പോരായ്മകൾ അല്ലെങ്കിൽ അതിലെ അപൂർണതയും ഇപ്പോൾ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സാഹചര്യവുമൊക്കെ അതിനോട് കൂട്ടിവെച്ചാണ് മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് മറച്ചു പിടിക്കാനുള്ളത് എന്ന ചോദ്യത്തിന് പാർട്ടിയും സർക്കാരും മറുപടി പറയണ്ടേ? ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യമേ തന്നെ ആ കാര്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുവരാനും വിവാദമുണ്ടാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അതിൽ ഒരു ആക്ഷേപമാണ് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആക്ഷേപവും, മറ്റൊന്ന് RSS നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്ന ആക്ഷേപവും. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പൊതുവായി ആ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് മുകളിലുള്ള കേരളത്തിൻ്റെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിന് 1 മാസം സമയം അനുവദിച്ചു. ആ സമയത്തിനിടയിൽ ആ റിപ്പോർട്ട് കിട്ടി. അതിൽ എന്താണോ കാണുന്നത്, തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ആ തെറ്റായ കാര്യത്തിന് രാഷ്ട്രീയമായും അതുപോലെ തന്നെ അല്ലാതെയും ഉള്ള നടപടികൾ ഏത് രീതിയിലാണോ സ്വീകരിക്കേണ്ടത് ആ നടപടികൾ സ്വീകരിക്കും. അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇന്ന് തന്നെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി KK ശ്രീലാലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ശക്തമായ നടപടിയല്ലേ? 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. UDFൻ്റെ പല കാലത്ത് നടന്നിട്ടുണ്ടോ? DYSP ഉൾപ്പെടെയുള്ള ആളുകളാണ്. തെറ്റ് ചെയ്തവരെ ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടില്ല. അത് നിയമപരമായും അതിൻ്റെ കൃത്യമായ ഉള്ളടക്കത്തോടു കൂടിയും മാത്രമേ ഈ ഗവൺമെന്റ് അതായത് ഞാൻ ചോദിച്ചത്, തെറ്റ് എന്നത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സമീപനത്തിന് വിരുദ്ധമായി ക്രമസമാധാന ചുമതലയുള്ള ADGP പ്രവർത്തിച്ചു എന്നിടത്ത് തന്നെ അവിടെ തെറ്റായല്ലോ. പിന്നെ അതിലൊരു DGP അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതല്ല. അതാണ് ശിവശങ്കറും പറഞ്ഞത്. DGPക്ക് എങ്ങനെയാണ് ഈ ADGP RSS നേതാക്കളെ കണ്ടതിൽ പിഴവാണ് എന്നൊരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുക? അതിലെങ്ങനെയാണ് ഒരു നടപടിയെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചത് ഇതൊരു രാഷ്ട്രീയ വിഷയമാണെന്ന് പറയാനാണ്. അവിടെ റിപ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ സജീഷ്. അതാണ് എൻ്റെ ചോദ്യം. പറയട്ടെ, ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് വിശാലമായ സമയം കൊടുക്കുകയും വായിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്കളും കേട്ടിട്ടുണ്ടാവും. അസഭ്യത്തിന് തുല്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് താങ്കൾ സമയം തരണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും പ്രശ്നമില്ല. ഒരഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് വന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരാൾക്കെതിരെ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചാലോചിച്ച് നോക്കൂ. നേരെ അൻവർ പത്രസമ്മേളനം നടത്തി അതിൻ്റെ പേരിൽ തന്നെ എല്ലാ നടപടികളും ആരംഭിച്ചാൽ, മറ്റൊരു അന്വേഷണം നടത്താതെ നടപടി ആരംഭിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മറ്റു രീതിയിലായിരിക്കും അതിനെ അവതരിപ്പിക്കുക എന്നതുമുണ്ട്. ഒരു സാമൂഹ്യ നീതി എല്ലാവർക്കുമുണ്ട്. ആ സാമൂഹ്യ നീതിയിൽ തെറ്റ് ചെയ്തവർ ആ തെറ്റ് ഏത് രീതിയിലായാലും ആ തെറ്റ് അന്വേഷിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. അതെന്ത് എന്ന് നമുക്ക് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. അതുവരെ വിവാദം നിലനിർത്തി പോവുക എന്ന് മാത്രമാണ് ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ അവർക്കിത് രാഷ്ട്രീയപരമായി ഉന്നയിക്കേണ്ട വിഷയം എവിടെയാണ് നിൽക്കുന്നത്? 86,000 കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കാണാനില്ല കഴിഞ്ഞ തവണ കിട്ടിയത്. അത് നഷ്ടപ്പെട്ടതിൽ അന്വേഷണം ഉൾപ്പെടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അതിനെ മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ തലയിലേക്ക് അത് ചാർത്തി വെക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അൻവറിനെ അവർ ന്യായീകരിക്കുകയും അൻവർ പറയുന്നതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അൻവർ പറഞ്ഞത് ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ RSS മേധാവിയെ കണ്ടത് എല്ലാം VD സതീശന് വേണ്ടിയാണ് എന്നാണ്.
കോൺഗ്രസിന്റെ പ്രതിനിധി അത് കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സിദ്ധി ഇപ്പോൾ കോൺഗ്രസിന് വന്നിട്ടുണ്ടോ? അൻവറിനെ വെച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ വിമർശനമായി മറ്റുള്ളവർക്ക് നേരെ ഉന്നയിക്കുമ്പോൾ ഈ അൻവർ പറഞ്ഞതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, നിങ്ങൾ വി ഡി സതീശന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. വി ഡി സതീശന്റെ പുനർജനി കേസ് ഒതുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ആളുകളെ കണ്ടത് എന്ന കാര്യത്തിന് മറുപടി പറയണ്ടേ? അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല, കോൺഗ്രസ്സുകാർക്ക് അതിന് മറുപടി പറയേണ്ട പ്രശ്നമില്ല. പിന്നെ ഞങ്ങളെ മതനിരപേക്ഷത പഠിപ്പിക്കുക, ഞങ്ങളുടെ നേതാക്കന്മാരെ സഭ്യമല്ലാത്ത രീതിയിൽ വർത്തമാനം പറയുക, പിന്നെ ഹിന്ദു വിശ്വാസത്തിന് മുകളിൽ ബ്ലേഡ് വെച്ച് കീറി എന്നൊക്കെ ഒരു കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സിലുള്ള വർഗീയതയെ ഉപയോഗപ്പെടുത്താനുള്ള ആ ദുഷ്ട മനസ്സുണ്ടല്ലോ, അതാണല്ലോ പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതിന് താങ്കൾ ഈ ചർച്ചയിൽ ഉപയോഗിച്ച വാക്ക് ഹിന്ദു വിശ്വാസത്തിന് മുകളിൽ ബ്ലേഡ് വെച്ച് കീറി. ചർച്ച കാണുന്ന സാമാന്യ ജനത്തിനറിയാം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിലുള്ള ദുഷിപ്പ് എത്രമാത്രമാണെന്ന്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, കുഴപ്പമില്ല, പക്ഷെ അതിനുവേണ്ടി ഈ നാട് വിഭജിക്കാൻ വേണ്ടി നിൽക്കരുത്. അതേ കോൺഗ്രസിനോട് പറയാനുള്ളൂ. മതനിരപേക്ഷത കാക്കുന്നവർ, RSSനോടും BJPയോടും വലിയ അകലം പാലിക്കുന്നവർ നിങ്ങളല്ലേ. നിങ്ങളുടെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര BJPയുടെ ഇലക്ഷൻ ബോണ്ടിലേക്ക് 190 കോടി രൂപ കൊടുത്തിട്ടില്ലേ? എന്തിനാണ് കൊടുത്തത്? ഞങ്ങളാരും കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങളായിട്ട് വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടില്ല. അതെന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ഈ പറഞ്ഞ RSS മേധാവിയെ പോയി കണ്ടു എന്ന് പറയുന്നു. ഇതേ RSS മേധാവിയെ നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ പോയി കണ്ടിട്ടില്ലേ? പരസ്പരം കണ്ടിട്ടില്ലേ? ചർച്ച നടത്തിയിട്ടില്ലേ? ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ് എന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ പരസ്യമായി പറയുമ്പോൾ ഷബീർ അലി പറയും, എന്താണ് കോൺഗ്രസ് നൽകുന്ന സന്ദേശം? RSSന് കാവൽ നിൽക്കേണ്ടതാണ്, എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഉത്തരവാദിത്വം അതാണ് എന്നാണോ? അവർ നടത്തുന്ന വർഗീയതയ്ക്ക് മറപിടിക്കലാണ് നമ്മുടെ പരിപാടി എന്നാണോ? VD സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ അടിയിൽ പോയി വിളക്ക് കത്തിച്ച് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ വിചാരധാര എഴുതിയ വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നുള്ള അഭിപ്രായം പരസ്യമായി എഴുതി വെച്ച ആൾക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ VD സതീശനുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഇവിടെ നിങ്ങൾ വ്യാഖ്യാനിച്ച് താങ്കളുടെയൊക്കെ വർത്തമാനം കേട്ട മുഖ്യമന്ത്രി കളിപ്പാവയാണ്, മുഖ്യമന്ത്രിക്ക് PR ഏജൻസി വേണം സംസാരിക്കണമെങ്കിൽ, ഇതൊക്കെ ആരോട് പറയണം? നിങ്ങൾക്ക് ആക്ഷേപമായി പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അവരുടെ ജീവിതാനുഭവത്തിലുടനീളം പാർട്ടി സെക്രട്ടറിയായും പാർട്ടി പ്രവർത്തകനായും മുഖ്യമന്ത്രിയുമായും എല്ലാം ഉണ്ടായിരുന്നു. PR-ൻ്റെ ആവശ്യം ആർക്ക് വേണ്ടി വരും? ഈ നിങ്ങളുടെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി വരും. കോൺഗ്രസിലുള്ള ആളുകൾ തന്നെയാണല്ലോ പറയുന്നത്. നിങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മണി ചെയിനുമായി ഒരു സ്കൂട്ടറിൽ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഞങ്ങളാരും അല്ലല്ലോ ഈ ആക്ഷേപം ഉന്നയിച്ചത്. നിങ്ങളിൽ പലരുമാണ് ഉന്നയിച്ചത്, നിങ്ങളുടെ പുറത്തു പോയ ആളുകൾ ഉന്നയിച്ചത്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത VD സതീശന് PR വേണ്ടി വരും. പിണറായി വിജയന് പത്രസമ്മേളനം നടത്താൻ, അഭിപ്രായം പറയാൻ വേറെ ആരോടും എഴുതി കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞോ, സുഖം കിട്ടാൻ വേണ്ടി പറഞ്ഞോ? അത് ഈ നാട്ടിലെ ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് മാത്രം കോൺഗ്രസിന്റെ ആളുകൾ വിശ്വസിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ കാലം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരം വിഷയങ്ങൾ